Sri Mons Joseph, Minister Designate, to take the oath of office and oath of secrecy. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടരുകയാണ്. ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് മോൻസ് ജോസഫാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ തലപ്പൊക്കമുള്ള നേതാവ് മോൻസ് ജോസഫ് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. ഞാൻ മോൻസ് ജോസഫ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. രണ്ടാം വട്ടമാണ് മോൻസ് ജോസഫിന്റെ മന്ത്രിസഭാ പ്രവേശനം. മോൻസ് ജോസഫ് എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എന്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. മോൻസ് ജോസഫ് രണ്ടാം വട്ടമാണ് മന്ത്രി പദവിയിലേക്ക്. ആറാമത്തെ തവണയാണ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വരുന്നത്. പി ജെ ജോസഫ് വിട്ടുനിന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ 8-ൽ 7 സീറ്റിലും ജയിപ്പിക്കുന്നതിൽ നിർണായക പങ്കാണ്. 9 സീറ്റിൽ വരെ ജയിച്ചു കയറാൻ കഴിയുമായിരുന്നുവെന്നാണ് മോൻസ് ജോസഫ് കരുതുന്നത്. 2006 VS മന്ത്രിസഭയിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ ഏക മന്ത്രിയാണ്. അന്ന് TU കുരുവിള സ്ഥാനമൊഴിഞ്ഞതോടെ 2007 മന്ത്രിയാകുന്നത്. വിധികാത്ത് അന്ന് പി ജെ ജോസഫും മന്ത്രിസഭയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് മോൻസ് ജോസഫിന് ആദ്യ മന്ത്രിസഭാ പ്രവേശനം. അതിനുശേഷം ഇപ്പോൾ ഇതാ ആർക്കും വേണ്ടിയല്ലാതെ സ്വന്തമായി മേൽവിലാസം ഒപ്പിച്ച് 6ാം തവണയും MLA ആയ മോൻസ് ജോസഫ് ആർക്കു വേണ്ടിയും ഇനി ഒഴിഞ്ഞു കൊടുക്കാനില്ലാതെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഏക മന്ത്രിയായി ഇന്നിപ്പോൾ എത്തുന്നു. 1996 കടുത്തുരുത്തിയിൽ നിന്ന് നിയമസഭയിലെത്തുമ്പോൾ ആ സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായിരുന്നു. തലയോലപ്പറമ്പ് DB കോളേജ്, കോട്ടയം ബെസിലീസ് കോളേജ്, തിരുവനന്തപുരം ലോ കോളേജ് എന്നിവിടങ്ങളിലാണ് പഠനം. ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ എക്സിക്യൂട്ടീവ് ചെയർമാനാണ്. നിലവിൽ PJ ജോസഫിൻ്റെ പിൻഗാമി എന്ന് കരുതുന്ന മോൻസ് ജോസഫ്. ടീം VDS സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുടരുകയാണ്. ഇപ്പോൾ മോൻസ് ജോസഫ് കടുത്തുരുത്തി MLA മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കേരള കോൺഗ്രസിന് ഒരു മന്ത്രിസ്ഥാനവും ഒരു ചീഫ് വിപ്പ് സ്ഥാനവുമാണ് നൽകിയിരുന്നത്. അടുത്തതായി എത്തുന്നത് ഷിബു ബേബി ജോൺ, RSP സംസ്ഥാന സെക്രട്ടറിയായ ഷിബു ബേബി ജോൺ ചവറയിൽ നിന്നുള്ള നിയമസഭാംഗമാണ് സത്യപ്രതിജ്ഞ ചെയ്യാനെത്തുന്നത്. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ മന്ത്രിസഭാംഗമായിരുന്നു. വളരെ സരസനും വളരെ ക്വിക്ക് റിയാക്ഷനും ഉള്ള ഷിബു ബേബി ജോൺ പ്രേമചന്ദ്രനാണ് RSPയുടെ MP. ഷിബു ബേബി ജോൺ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ വസ്ത്രധാരണമാണ് ഷിബു ബേബി ജോണിൻ്റേത്. രാഹുൽ ഗാന്ധിക്ക് കൈകൊടുത്ത് ഷിബു ബേബി ജോൺ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ ഷിബു ബേബി ജോൺ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടുകൂടി മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ഷിബു ബേബി ജോൺ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എന്റെ അറിവിൽ വരുന്നതോ ആയ
ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുകയില്ലെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെത്തിയതിനു ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഷിബു ബേബി ജോൺ മന്ത്രിസഭാംഗമാവുകയാണ്. കൊല്ലം നീണ്ടകര സ്വദേശിയാണ്. RSP നേതാവും മുൻ മന്ത്രിയുമായ ബേബി ജോണിന്റെ മകനാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലാണ് ബിടെക് ബിരുദം. 2016-ലും 2021-ലും ചവറയിൽ മത്സരിച്ചെങ്കിലും പരാജയമായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മിന്നും വിജയത്തോടെ ചവറയിൽ നിന്ന് ഷിബു ബേബി ജോൺ ടീം VDSന്റെ ഭാഗമാകുന്നത്. RSP സംസ്ഥാന സെക്രട്ടറിയായ ഷിബു ബേബി ജോൺ ചവറയിൽ നിന്ന് നിയമസഭാംഗമാകുന്നത് ഇത് 3ാം തവണ. ഷിബു ബേബി ജോണാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ടീം VDSന്റെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ തുടരുകയാണ്. തലയെടുപ്പുള്ള UDF നേതാവിൻ്റെ ശബ്ദമാണ് എപ്പോഴും ഷിബുവിൻ്റെ ശബ്ദം. UDF എപ്പോഴൊക്കെ പ്രതിരോധത്തിലായിട്ടുണ്ടോ അപ്പോഴെല്ലാം ഷിബു ബേബി ജോണിൻ്റെ സാന്നിധ്യം അവിടെ പ്രതിരോധത്തിനുണ്ടായിരുന്നു. ഷിബു ബേബി ജോൺ ആണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തത്. I now invite Shri Anup Jacob, Minister Jacob Designate, to take the oath of office and oath of secrecy. അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് പിറവത്ത് നിന്നുള്ള MLA അനൂപ് ജേക്കബ്. റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടിയാണ് അനൂപ് ജേക്കബ് ഇക്കുറി പിറവത്ത് നിന്ന് വിജയിച്ചു വന്നത്. 2012-ലാണ് പിറവത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ TM ജേക്കബിന്റെ മരണത്തെ തുടർന്ന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലേക്ക് നിയമം വഴി അനൂപ് ജേക്കബ് എത്തുന്നത്. ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരളത്തിന്റെ സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയും മുൻനിർത്തി നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഞാൻ അനൂപ് ജേക്കബ് എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എന്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ല എന്ന് ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. അനൂപ് ജേക്കബാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തത്. പലതായി ചിതറിപ്പോയ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പോഴും ഒറ്റയാനായി നിൽക്കുന്ന TM ജേക്കബിൻ്റെ പാർട്ടിയിലെ ലീഡറും ഏക MLAയുമാണ്. തുടർച്ചയായി 4ാം തവണയാണ് അനൂപ് പിറവത്തിൻ്റെ പ്രതിനിധിയാകുന്നത്. ഇക്കുറി 44,681 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പിറവം മണ്ഡലം അനൂപ് ജേക്കബിനെ നിയമസഭയിലേക്ക് അയച്ചിരിക്കുന്നത്.